കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. എത്രയോ പ്രതിഷേധങ്ങൾ കണ്ട നാടാണ് കേരളം. ഇത് ആരോഗ്യമന്ത്രിയെ കുറച്ച് ദിവസമായി വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയും വേട്ടയാടുകയും ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് സമർപ്പിക്കുക എന്തൊക്കെയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപരിപാടിയിൽ ഏതെങ്കിലും തരത്തിൽ കരിങ്കൊടി കാണിക്കുകയോ പ്രതിഷേധിക്കുകയോ അല്ല ഇന്ന് ഉണ്ടായ സംഭവം. ആരോഗ്യമന്ത്രിയെ പിന്തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാൻ വന്ന ആരോഗ്യമന്ത്രിയെ അവിടെ വെച്ച് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യപരമായ പ്രതിഷേധത്തിനോ വിയോജിപ്പിനോ ഒന്നും സമരത്തിനോ ഒന്നും ആരും എതിരല്ല. എന്നാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തി ആരോഗ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി വീഴ്ച വരുത്തിയെന്ന് പോലും ആർക്കും പറയാനാവില്ല. ഇനി ആരോഗ്യരംഗത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് പ്രതിഷേധമെങ്കിൽ അത് ജനാധിപത്യപരമായാണ് നടത്തേണ്ടത്. KSU കേരളത്തിലൊരു ക്രിമിനൽ സംഘമാണിപ്പോൾ. ക്യാമ്പസുകളിൽ KSU ഇല്ല എവിടെയും. 10-15 യൂണിവേഴ്സിറ്റി ഉള്ള കേരളത്തിൽ കുറച്ച് 50 കുട്ടികൾ പോലും തികച്ചില്ലാത്ത കോളേജുകളുടെയും മറ്റും പിൻബലത്തിൽ കാലിക്കറ്റിൽ മാത്രമാണ് അവർക്ക് യൂണിയൻ പോലും ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടത്തും വിദ്യാർത്ഥികൾ തിരസ്കരിച്ച ഒരു സംഘടനയാണ് ഇന്ന് KSU. അത് കുറ്റവാളികളുടെ ഒരു കൂടാരമായി മാറി. ഒരു വനിതാ മന്ത്രിയെ പിന്തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ജനാധിപത്യ കേരളം ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ്. ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയാണ് കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ തിരസ്കരിച്ച ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ക്രിമിനൽ സംഘം നടത്തിയ ആക്രമണമാണിത്. ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ജനാധിപത്യ കേരളം പ്രതിഷേധിക്കണം. ഇങ്ങനെയല്ല കേരളം മുൻപോട്ട് പോകേണ്ടത്. KSUയുടെ ഒരു വാദം എന്ന് പറയുന്നത് പ്രതിഷേധം ജനാധിപത്യപരമായിരുന്നു, പരിക്കേൽക്കുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ്. അതങ്ങനെയല്ലേ അവർ പറയൂ. KSUവിൻ്റെ ചരിത്രം കേരളത്തിൽ എല്ലായിടത്തും അറിയാം. UDF തന്നെ അധികാരം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാനസിക നില തെറ്റിയ പോലെയാണ് പലപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് ക്ലസ്റ്റർ യോഗത്തിനെത്തിയ ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്ന അനുഭവം കേരളം കണ്ടതാണ്. ഒരു പോലീസ് ഓഫീസറെ കല്ലെറിഞ്ഞ് കൊന്നുകൊണ്ടാണ് മലപ്പുറത്ത് മുമ്പ് ഒരു സമരം ഇവരുടെ നേതൃത്വത്തിൽ നടന്നത്. ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അധികാരമില്ലെങ്കിൽ പിന്നെ ഭ്രാന്താണ്, എന്തും ചെയ്യും എന്നതാണ് നില. മന്ത്രി ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും അല്ല പ്രതിഷേധം. അതാണ് പ്രത്യേകത. മന്ത്രി യാത്ര ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്, ട്രെയിൻ കയറാൻ വേണ്ടി എത്തിയതാണ്. പിന്തുടർന്ന് ആക്രമിക്കുക എന്നത് എവിടുത്തെ ന്യായമാണ്? ഇത് സമാനതകളില്ലാത്തതാണ്. ഇതിനു മുൻപാരും ചെയ്യാത്തതാണ്. പോലീസിൻ്റെ സാന്നിധ്യം കുറവാണ് എന്ന് മനസ്സിലാക്കിയാണ് റെയിൽവേ സ്റ്റേഷൻ തിരഞ്ഞെടുത്ത് മന്ത്രി വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് യോജിച്ചതല്ല. ഇതൊരു ക്രിമിനൽ സംഘമാണ്. കലാലയങ്ങൾ തിരസ്കരിച്ച ക്രിമിനൽ സംഘത്തിൻ്റെ പിന്തുടർന്നുള്ള ആക്രമണമാണ് നടന്നത്. ശക്തമായ നടപടി ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സേന സ്വീകരിക്കണം. ജനാധിപത്യ കേരളം പ്രതിഷേധിക്കണം. ഇനി ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഇത് മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല. ഇത് സാധാരണ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യവുമല്ല. മന്ത്രി യാത്ര ചെയ്യാൻ വേണ്ടി വന്ന, ട്രെയിൻ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആളാണ് മന്ത്രി. ഇത് പിന്തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് ആക്രമണം സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ജനാധിപത്യ സംഘടന ചെയ്യുന്നൊരു കാര്യമല്ല. വിദ്യാർത്ഥി സംഘടനകൾ ഒട്ടും ചെയ്യുന്ന കാര്യമല്ല. വിദ്യാർത്ഥി സംഘടനകൾ സാധാരണ പ്രതിഷേധിക്കുന്നപ്പോഴാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. പക്ഷേ KSUവിന് ഇപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കാനാവില്ല. കാരണം ക്യാമ്പസിൽ KSU ഇല്ല. എല്ലായിടത്തും വിദ്യാർത്ഥികൾ തിരസ്കരിച്ചു കഴിഞ്ഞു KSUവിനെ. ഇതൊരു ക്രിമിനൽ സംഘമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഒരുപാട് വാർത്തകൾ സമീപകാലത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കെല്ലാം പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം കുറ്റവാളികളുടെ, ക്രിമിനലുകളുടെ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അത് കേരളം പ്രതിരോധിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യ കേരളം പ്രതിരോധിക്കേണ്ട ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിനെ സംബന്ധിച്ച് തുടർച്ചയായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടാകുന്നു. പലയിടങ്ങളിൽ KSU തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒന്നുകൂടി സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതല്ല, അത് മറ്റൊരു കാര്യമാണ്. അതൊക്കെ പരിശോധന, ഔപചാരികമായ പരിശോധനകളുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഞാൻ പറയുന്നത് ഇതിൽ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നൊരിടത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ഒരു മന്ത്രിയെ പിന്തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കാമോ? അതും ഒരു വനിതാ മന്ത്രിയെ. അതിലെന്ത് പ്രതിഷേധമാണ്, എന്ത് ധാർമ്മികതയാണുള്ളത്? അത് കേരളം ഒറ്റക്കെട്ടായി അപലപിക്കേണ്ടതാണ്. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധം വളർന്നു വരും.